നമ്മൾ ബ്രോസ്റ്റും അൽഫാമും ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ തിക്കായിട്ടുള്ള വൈറ്റ് കളറുള്ള ഗാർലിക് പേസ്റ്റ് നമുക്ക് മിക്സിയിൽ വെറും 2 മിനിറ്റിൽ എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. അളവെല്ലാം അതേ മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യം നമുക്ക് 2 മുട്ടയുടെ വെള്ള മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ വലിയൊരു വെളുത്തുള്ളിയുടെ കുത്തലില്ലാതെ കേട്ടോ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 അല്ലി വെളുത്തുള്ളി എടുത്തുള്ളൂ. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. നാട്ടിൽ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 4 അല്ലി വരെ നമുക്ക് എടുക്കാം. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആ ഒരു പുളിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതേപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് എനിക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർ ആദ്യം കുറച്ച് ചേർക്കാം, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ചേർത്താൽ മതിയാവും. പിന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഈ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നല്ല തിക്കായിട്ടുള്ള ഗാർലിക് പേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ മിക്സിയുടെ പൾസ് ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. ഈ താഴേക്കുള്ളൊരു ബട്ടൺ ഉണ്ടാവും, നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ പ്രസ് ചെയ്യില്ലേ, അത് ആദ്യം ഒരു 4-5 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞിട്ട വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 4-5 പ്രാവശ്യം അതൊന്ന് പ്രസ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ സ്പീഡ് ഫസ്റ്റ് സ്പീഡിലിട്ടാൽ മതി. സ്പീഡ് 1-ലിട്ടിട്ട് വേണം നമ്മൾ അടിക്കാൻ. സ്പീഡ് 1-ലിട്ടിട്ട് കറക്റ്റ് 2 മിനിറ്റ് തന്നെ മതിയാവും. 2 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗാർലിക് പേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഗാർലിക് പേസ്റ്റ് എന്ന്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ ഇനി ഇത്രയ്ക്ക് തിക്കായിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവണ്ട, അത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ടുണ്ടാകും. അപ്പോൾ ആരും ടെൻഷൻ ആവണ്ട. അപ്പോൾ ഇത്ര പണിയുള്ളൂ, നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റും. പിന്നെ ഉപ്പിൻ്റെ കാര്യം, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് വെക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് പകുതി ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് 1 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുക, ടേസ്റ്റ് ചെയ്ത് വെക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയുള്ള എല്ലാവരും റെഡിയാക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്നതിനാവും. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.